കേരളത്തിൽ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. കുട്ടിയുടെ മുത്തശ്ശനും പരിക്കേറ്റിട്ടുണ്ട്. കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അതിനുവേണ്ടി ഞാനൊരു അങ്ങോട്ട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. കാരണം അങ്ങനെ പോകുമ്പോൾ അർജുനന്റെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ പാൽരാജി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഈ പാക്കറ്റ് ഇന്ന് കത്തി കൊടുത്ത് ഞാൻ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം പെട്ടെല്ലാം കുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി പാൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, സമൂഹ മനസാക്ഷി ഒന്നാകെ ഞെട്ടിപ്പിച്ച കേസായിരുന്നു വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷമുള്ള മരണം. ഇതിനുശേഷമാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛനെ പ്രതിയെന്ന് പോലീസ് കരുതിയ, എന്നാൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ ഒരാൾ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഏറെ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. തീർച്ചയായും വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. രാവിലെ വണ്ടിപ്പെരിയാർ ടൗണിൽ പശുപ്പാറ ജംഗ്ഷനിൽ വെച്ചാണ് പശുമല ജംഗ്ഷനിൽ വെച്ചാണ് ഇതൊരു സംഭവം നടക്കുന്നത്. ഒരു മരണാനന്തര ചടങ്ങിനായി ബൈക്കിൽ പോവുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും. ഈ സമയത്താണ് ഈ അർജുന്റെ ബന്ധു പിതാവിന്റെ സഹോദരനായ പാൽരാജ് ഇവരൊക്കെ അസഭ്യവർഷം നടത്തിയത്. തുടർന്ന് ഇവർ വാഹനം നിർത്തുകയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തു. ഈ സമയത്താണ് ആക്രമണം നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകൾക്കും ഒപ്പം ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം ഈ മുത്തച്ഛനും പല പരിക്കേറ്റു. രാവിലെയാണ് ഇത്തരത്തിലുള്ള സംഭവം നടത്തുന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ വിധി ഉണ്ടായതിനു ശേഷം വലിയ ഒരു ജനകീയ പ്രതിഷേധമൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജനകീയ പ്രതിഷേധം. ഒപ്പം രാഷ്ട്രീയ കക്ഷികളും സാമൂഹിക സംഘടനകളും ഒപ്പം തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ മാർച്ചും ഒപ്പം പ്രതിഷേധ പരിപാടികളും നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഈ കുട്ടിയുടെ ബന്ധുക്കളുമൊക്കെ കുട്ടിയുടെ കുടുംബം ഒക്കെ തങ്ങൾക്ക് മറ്റുള്ളവർ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ ആരോപണങ്ങൾ അതേ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പം കേസിൽ ഇപ്പോഴത്തെ വിധി ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തിന്, അതായത് പ്രതിയായി കോടതി വെറുതെ വിട്ട അർജുന്റെ കുടുംബത്തിന് മുൻപേ അറിയാമായിരുന്നു. അത്തരത്തിൽ ഇവരോട് സംസാരിച്ചിരുന്നുവെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ മുൻകൂട്ടി തന്നെ പറയുകയുണ്ടായി. കാരണം ഇവരുടെ ബന്ധുക്കൾ ഈ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ മേഖലയിൽ നടത്തിയതായും ഇവർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാവുകയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. തോട്ടം തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പല ദിവസങ്ങളിലും ഈ കുടുംബങ്ങളിലെ ബന്ധുക്കൾ തമ്മിലൊക്കെയുള്ള ചെറിയ തോതിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും പ്രിൻസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ വണ്ടിപ്പെരിയാറിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല ദിവസങ്ങൾ ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ചും ഈ അർജുന്റെ ബന്ധുക്കളൊക്കെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു, പോലീസ് സംരക്ഷണം ഒരുക്കിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തർക്കം നടക്കുന്ന സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്? ഭവ്യ, ഈ പതിവായി ഇവർ തമ്മിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാര രീതികളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയും ഈ സമാനമായ രീതിയിലുള്ള വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയായിരുന്നു. ഇന്ന് രാവിലെ അതിനുശേഷം ഈ ഇരുവരും ബൈക്കിൽ പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ഇയാളുടെ അർജുന്റെ ബന്ധു വലിയ തോതിൽ അഭിവർഷം ചെയ്യുകയും ഒപ്പം കത്തി ഉപയോഗിച്ച് ഇവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അർജുന്റെ കുടുംബം മുൻപ് കോടതിയെ സമീപിക്കുകയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കുടുംബത്തിലും അവരുടെ മാതാപിതാക്കൾക്കും വീട്ടിലെ മാതാപിതാക്കൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ തങ്ങളെ മറ്റുള്ളവർ അർജുന്റെ ബന്ധുക്കളൊക്കെ അപായപ്പെടുത്തുമെന്ന അടക്കമുള്ള ആരോപണങ്ങൾ മുൻപേ തന്നെ ഉന്നയിച്ചിരുന്നു. വലിയ തോതിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഇവർ മുൻപേ തന്നെ അറിയിച്ചിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള വാക്കേറ്റങ്ങളും സംഘർഷ സാധ്യതകളും
ഒക്കെ ഈ മേഖലയിൽ പ്രിൻസ്, ഈ വിഷയത്തിലേക്ക് നാട്ടുകാരുടെ ഒരു ഇടപെടലുണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു കേസിന്റെ വിധി വന്നതിന് വണ്ടിപ്പെരിയാറിലെ വിധി വന്നതിന് ശേഷം രണ്ടു തട്ടിലാണ് അവിടുത്തെ ആളുകൾ. വളരെ കുറച്ചു പേർ കോടതി കുറ്റമുക്തനാക്കിയ അർജുന്റെ ഒപ്പവും കൂടുതൽ പേർ ഈ കുഞ്ഞിന്റെ വീട്ടുകാർക്കൊപ്പവും നിൽക്കുന്ന ഒരു സാഹചര്യം, രണ്ട് ചേരിയായി തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. ആ ഒരു സാഹചര്യത്തിൽ ചോദിക്കട്ടെ, നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ? ഭവ്യ, തീർച്ചയായും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ തോട്ടം തൊഴിലാളികളായ, പ്രത്യേകിച്ചും ഈ സംഭവം നടന്നത് വണ്ടിപ്പെരിയാറിലെ ചുരക്കുളം എസ്റ്റേറ്റിലാണ് കുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടത്. തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന മേഖലയാണ്. അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അന്ന് സമര രംഗത്തേക്ക് വന്നിരുന്നു. വലിയ തോതിൽ ജനകീയ പ്രതിഷേധം വന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിച്ച് ഈ സ്റ്റേഷനിലെത്തുകയും കുറ്റക്കാർക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധം അമർഷം ജനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വിവിധ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ നടന്നപ്പോഴും പ്രദേശവാസികളായ ജനങ്ങളും ഇത്തരത്തിലുള്ള സമരരീതി രംഗങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് ഈ വണ്ടിപ്പെരിയാറിലെ തോട്ടം തൊഴിലാളികളായ സാധാരണ തൊഴിലാളികളായ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും. എന്നാൽ മറ്റു കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾക്കൊപ്പവും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുമുണ്ട്. എന്നാലും പ്രദേശവാസികളായ ഭൂരിഭാഗം പേരും ഈ നാട്ടുകാർക്കൊപ്പം ജീവിച്ചിരിക്കണം എന്നുള്ള തങ്ങളുടെ കുടുംബാംഗം എന്ന നിലയിൽ തന്നെയാണ് ഈ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ലഭിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി നിലയുറച്ച് നിൽക്കുന്നത്. ഭവ്യ, നിലവിൽ ഇത്തരത്തിലൊരു തർക്കം, ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം പ്രത്യേകിച്ചും കുട്ടിയുടെ അച്ഛൻ കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തർക്കത്തിനുള്ള ഒരു വഴക്കിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? പോലീസിന്റെ ഒരു ഇടപെടൽ അവിടെ എങ്ങനെയാണ്? ഭവ്യ, ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഈ സമയത്തേക്കും പ്രതിയായി ജോഷും ഭീമയുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഭീമയുടെ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും സംഘർഷ സാധ്യത നിലവിലില്ല എന്നും മറ്റു സാഹചര്യങ്ങളില്ല എന്നുമാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിക്കുന്നു. നേരം പഞ്ഞിക്കുട്ടി ആണ് ഇയാൾ ഒരു ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെങ്കിലും പോലീസ് തുടർന്നുള്ള ആവശ്യമായ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തായാലും ഈ കുട്ടിയുടെ പിതാവ് കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായ പരിക്കില്ലെങ്കിലും വിദഗ്ധ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ മുത്തശ്ശിന് ഒരു കാര്യം കൂടി, കുട്ടിയുടെ പിതാവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം ആശുപത്രിയിലാണെന്ന് അറിയുന്നു. കുട്ടിയുടെ പിതാവിന് ഗുരുതരമായ പരിക്കില്ല എങ്കിലും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. പരിക്ക് ഇരുകാലിനും ഏറ്റ പരിക്ക് ഗുരുതരമല്ല എങ്കിലും മികച്ച ചികിത്സ ലഭ്യമാകും. കുട്ടിയുടെ മുത്തച്ഛന് സാരമായ ഒരു പരിക്ക് പറ്റിയിട്ടില്ല. നിസ്സാര പരിക്കുകളായത് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നോക്കുന്നത്. ശരി, പ്രിൻസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛനെ ആക്രമിച്ചത് അപലപനീയമാണെന്ന് മുൻ MLA ബിജിമോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. പ്രതിയുടെ ബന്ധുക്കള് കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് അറിയുന്നു. അതിനുള്ള അമർഷവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണ്. തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഒരു വക്കീലും പണവും ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും എന്തുവാകാമെന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. കേരള മഹിളാ സംഘത്തിന്റെ ആകാംക്ഷയും പ്രതിഷേധവും ഈ സംഭവത്തിൽ അറിയിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായി ഇടപെടണം.